മക്കളെ ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി നമ്മുടെ എല്ലാ എക്സാമും ഈസി ആയിട്ടിരിക്കുകയായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാം ഇത്രയും ഈസി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ പേര് പറയുന്നുണ്ടാകും പക്ഷേ എക്സാം എന്നാണ്ട് ക്ലാസ് കണ്ടതുകൊണ്ടാണ്, നിങ്ങളുടെ മാരത്തൺ നമ്മുടെ ഒരുമിച്ച് പഠിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ കുറച്ച് പേര് പറയും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു അതുകൊണ്ടാണെന്ന് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓരോ ഫാക്ടേഴ്സാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ലാസ്റ്റ് ടൈം വളരെ അഗ്രസീവായിട്ട് തന്നെ റിവിഷൻ അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മാരത്തൺ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്താണ്? നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ വെറും നമ്മുടെ പബ്ലിക് എക്സാമിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഇത്ര ഈസി ആവില്ലായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ ഒന്ന് നിങ്ങൾ മനസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ ക്രിസ്മസ് എക്സാമിന് വെറും നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉള്ളത് അല്ലേ. പിന്നെ എന്താ ഉള്ളത്? പല തരത്തിലുള്ള അല്ലേ. ഇത്തവണത്തെ ടേം 2 പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്രിക്കി ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിലുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു. സെയിം ആണ് കാര്യം, കോൺസെപ്റ്റൊക്കെ നമുക്കറിയാം, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിലെ മാത്രം ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആവില്ലായിരുന്നു അല്ലേ. ആൻഡ് നമ്മൾ ഈ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫ് സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മളുടെ ക്രിസ്മസ് എക്സാം നമ്മൾ മാക്സിമം ഈസി ആക്കി അല്ലേ. നമ്മൾ പഠിപ്പിച്ചത് മാത്രം വന്നു, നിങ്ങൾക്ക് അതേപോലെ തന്നെ എഴുതാനും പറ്റി. ഇതേപോലെ ആകുമോ നമ്മളുടെ പബ്ലിക് എക്സാം, അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ മാർച്ചിലെ എക്സാം? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കളെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെ ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ഇതേപോലെ തന്നെ ആവാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ അല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ആകും എൻ്റെ മക്കളൊന്നും ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്റ്റ് നിങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ, പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതേ രീതിയിൽ തന്നെ പോവാം. ഇനി അതല്ല എന്നാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ച ആൾക്കാർക്ക് വീണ്ടും ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല നിങ്ങളൊന്നും കാണാത്ത ആൾക്കാരാണ്, ഒരു ചാപ്റ്റർ ഒന്നും അറിയില്ല പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ കാണണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം വെറും മാർച്ച് പബ്ലിക് എക്സാമിന് ആനുവൽ എക്സാമിന് ചോദിച്ചാൽ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ പബ്ലിക് എക്സാം ഇനി വരാൻ പോകുന്ന 2024 നമ്മുടെ ആനുവൽ എക്സാം ഈസി ആവുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, പല ട്രിക്കി എങ്ങനെയൊക്കെ ചോദിക്കാം അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളുടെ ടേം 1ൻ്റെയും ടേം 2ൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇനിയിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യനും നമ്മൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് നമുക്ക് തോന്നിക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. യെസ്, നമ്മുടെ എക്സാം എന്നാണ്ട് റിവിഷൻ ബാച്ചാണ് അല്ലേ. ഈ ഒരു കുറച്ച് സമയം, ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് വെച്ചാലാണ് അടുത്ത വർഷത്തിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലേ, 5 ദിവസങ്ങൾ കൂടിയുള്ളൂ. നമ്മൾ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നിങ്ങളുടെ 2024 ആനുവൽ എക്സാം ഏറ്റവും ഈസി ആക്കുന്ന, നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിന് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റാണ് നമ്മുടെ റിവിഷൻ ബാച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ റിവിഷൻ ബാച്ചിൽ എന്തൊക്കെയാണ് കിട്ടുക നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അത് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം റിവിഷൻ ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ മിസ്സായ ആൾക്കാർക്ക് റിവിഷൻ ക്ലാസ് വളരെ കുറച്ച് സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് കാണാം. ഇനി ഒന്നും അറിയാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ക്ലാസ്സുകളുള്ളത്. പിന്നെയാണ് നമ്മുടെ PYQs ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പറഞ്ഞില്ലേ, അത് വെറും നമ്മളുടെ എന്ത് മാത്രമല്ല ആനുവൽ എക്സാമിൻ്റെ മാത്രം PYQ അല്ല, നേരെ മറിച്ച് എന്താണ് എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ ഈ ഒരു PYQൻ്റെ സെഷൻ.
ഓക്കെ, ഇനി അതൊന്നും കൂടാതെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ കിട്ടാൻ പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, അത് ഈ ഒരു ഡിസംബർ 28 മുൻപ് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, ബുക്ക് കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ മക്കളെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ അഗ്നി റിവിഷൻ ബാച്ച്. ഓക്കെ, നമ്മുടെ അഗ്നി റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? ഇവിടെ 23rd എന്നാണ് കൊടുത്തത്. പക്ഷെ നിങ്ങളെല്ലാവരും പറഞ്ഞു ക്രിസ്മസ് ആണ്, വെക്കേഷനാണ്, പിന്നെ കുറേ പേര് വെക്കേഷൻ ട്രിപ്പിലൊക്കെയാണ്. അത് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം തന്നെ നമ്മളത് 27-നാക്കിയിട്ടുണ്ട്. ഓക്കെ, 27 ഡിസംബറിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നാളെ. ഓക്കെ, നാളെയാണ് നമ്മളുടെ അഗ്നി റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ ഇനി ലേറ്റ് ആക്കാതിരിക്കുക. ഇനി അതല്ല മിസ് എന്തായാലും ജോയിൻ ചെയ്യും, പക്ഷേ അഗ്നി റിവിഷൻ ബാച്ചിലെ ക്ലാസ്സുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്യാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് നാളെ. ഓക്കെ, നാളെ അതായത് 27 7 മണിക്ക് നമ്മുടെ യൂട്യൂബിൽ പബ്ലിക് ആയിട്ടൊരു ലൈവ് ഉണ്ട്. അത് നമ്മുടെ +1 അഗ്നി റിവിഷൻ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതുവരെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എഫക്റ്റീവ് ആവോ, ഞങ്ങൾക്ക് യൂസ്ഫുൾ ആവോ എന്നൊന്നും അറിയില്ല, അതിൻ്റെ ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളെ നമ്മുടെ റിവിഷൻ ബാച്ച്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ നമ്മുടെ ഈ ഒരു ലൈവ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. അത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് നാളത്തെ ലൈവിൽ മറക്കാതെ നോട്ടിഫൈ മീ ഒക്കെ ആക്കി വെക്കുക, ഓണാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ യൂട്യൂബ് തന്നെ ഓർമ്മിപ്പിച്ചോളും. ഓക്കെ, അപ്പോൾ കറക്റ്റ് നമ്മുടെ നാളത്തെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ അഗ്നി റിവിഷൻ ബാച്ചിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് എങ്ങനെയാണ് എൻ്റെ കുട്ടികൾക്ക് ഈ റിവിഷൻ ബാച്ചിലൂടെ ഫുൾ മാർക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഈ റിവിഷൻ ബാച്ചിൽ ഇപ്പോൾ ക്ലാസ്സുകളാണെങ്കിൽ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉഴപ്പിപ്പോയി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഉണ്ടാകും, PYQs ഉണ്ടാകും. ഇത് പറഞ്ഞ പോലെ തന്നെ വെറും മാർച്ച് ആനുവൽ എക്സാമിന് നടക്കുന്ന PYQ മാത്രമല്ല, കംപ്ലീറ്റ് ടേം 1 ടേം 2 ഇംപ്രൂവ്മെൻറ്റ് മോഡൽ എക്സാം എല്ലാ PYQ ഉണ്ടാകും. ആൻഡ് അതിൻ്റെയൊക്കെ നോട്ടും പ്ലസ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എപ്പോൾ? ഡിസംബർ 28 മുൻപായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും നിങ്ങളോട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റൂ എന്നല്ല പറയുന്നത്, നിങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യം മിസ്സായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. വീണ്ടും പറയുന്നു, എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നാളത്തെ ലൈവ് ഓറിയൻറ്റേഷൻ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവരും ഇല്ലാത്തവരും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എങ്ങനെയാകണം എന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ സെഷൻ മറക്കാതിരിക്കുക, നാളെ വൈകുന്നേരം 7 മണിക്ക്. എന്തായാലും എങ്ങനെയായാലും എൻ്റെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും. എത്ര നേരത്തെ നിങ്ങൾ ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണോ അത്രയും നേരത്തെ സമാധാനത്തോടെ ടെൻഷൻ അടിക്കാതെ തീരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളത്തെ നമ്മുടെ ഓറിയൻറ്റേഷൻ ലൈവ് മറക്കരുത്, നാളെ 7 മണിക്ക്. ഓക്കെ.